ഹലോ ഫ്രണ്ട്സ്, DSP ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിൻസസ് കട്ട് വീനെക്ക് ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് അളവ് ബ്ലൗസ്. ഇതാണ് പ്രിൻസസ് കട്ടാണ്. ഫ്രണ്ടിൽ ബാക്ക് ഓപ്പണാണ്. അപ്പോൾ ഈ മെറ്റീരിയലാണ് ബ്ലൗസിൻ്റെ നെറ്റാണ്. അതുകൊണ്ട് ഉള്ളിൽ വയ്ക്കുന്ന തുണിയിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അതാണ് കട്ട് ചെയ്യുന്നത്. താഴെയൊരു വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇറക്കം നോക്കാം. ഇറക്കം 14 ഇഞ്ചാണുള്ളത്. 5 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി, 1/2 ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുത്തു. നമുക്ക് ആം ഹോളിൻ്റെ ഇറക്കവും 5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. 9 ഇഞ്ച്. നെക്ക് എടുത്തു വരുന്നത് 2 ഇഞ്ചാണ്. ഇത് നമുക്ക് താഴേൽ കുറച്ച് ഡീപ്പായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ചോക്ക് ലൈറ്റ് കളറായതുകൊണ്ട് കാണുന്നില്ല. ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച് കൊടുത്തു. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുത്തു. നമുക്ക് കോർണറിൽ 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കർവ് വരച്ചു കൊടുക്കാം. 5 ഇഞ്ചിൻ്റെ പകുതി 2.5 ഇഞ്ചിൽ തുടങ്ങിയിട്ട് റൗണ്ട് വരച്ചു കൊടുക്കാം. താഴത്തെ വെസ്റ്റ് വണ്ണം 7 ഇഞ്ച്, 1 ഇഞ്ച് ഡാട്ടടിക്കാനുള്ള 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് കേട്ടോ. നമുക്കത് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് താഴത്തെ ഭാഗം കുറച്ച് ഡീപ്പാക്കി വരച്ചിട്ടുണ്ട്. താഴെയിൽ ഡോട്ട് അടിക്കാനുള്ള മാർക്കാണിത്. 4 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് തിരിച്ചിട്ടിട്ട് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാം. തുണി നേരെ തിരിച്ചിട്ടിട്ട് ബാക്ക് പാർട്ട് വെച്ചിട്ട് തന്നെയാണ് ഫ്രണ്ട് കെട്ടേണ്ടത്. നെക്ക് 6 ഇഞ്ച്, ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചാണ് വരുന്നത്. വി നെക്ക് മാർക്ക് ചെയ്തെടുത്തു. ആം ഹോളൊക്കെ അത് തന്നെ. നമുക്ക് നിപ്പിൾ പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് 10 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് നിപ്പിൾ പോയിൻ്റ്. അപ്പോൾ 2 ഇഞ്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴത്തെ ഭാഗത്ത് നിന്ന് 2 ഇഞ്ച് എടുത്തു കളയണം നമുക്ക് ഡോട്ട് അടിക്കാനുള്ളത്. ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് പാർട്ട് അങ്ങോട്ട് മാറ്റാം. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് അതിലേക്കൂടി പ്രിൻസസ് കട്ടിൻ്റെ കട്ട് ചെയ്തെടുക്കാം. ഈ 2 ഇഞ്ച് കൂടി ഇതിലേക്കൂടി കട്ട് ചെയ്ത് മാറ്റാം. ഇതാണ് ഭാഗം. ഇത്രയും ഭാഗമാണുള്ളത്. ഇത് ഫ്രണ്ട് പാർട്ട് റെഡിയായി. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവ് ഞാൻ നെറ്റ് മാത്രമാണ് വെക്കുന്നത്. അതുകൊണ്ട് സ്ലീവ് ഇതിൻ്റെ അകത്ത് തന്നെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്.
4ആയിട്ട് മടക്കുക. സ്ലീവിൻ്റെ വണ്ണത്തിനനുസരിച്ച് തുണി മടക്കിയിടുക 4ആയിട്ട്. ഇറക്കം നോക്കുക, അളവ് ബ്ലൗസ് എടുത്തിട്ട് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുക. 12 ഇഞ്ചാണ് വരുന്നത്. 12 ഇഞ്ച് പഫ് സ്ലീവാണ്. അപ്പോൾ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആറര ഇഞ്ച് വണ്ണം വരുന്നത്. 3.5 ഇഞ്ച് കുറച്ചിട്ട് ആം ഹോളിൻ്റെ കർവിൻ്റെ ഭാഗം 3.5 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. തോൾക്കുഴിയുടെ ഭാഗം പിന്നെ താഴത്തെ വണ്ണം 5 ഇഞ്ചാണ് വരുന്നത്. അത് മാർക്ക് ചെയ്തു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അളവ് ബ്ലൗസിന് സ്ലീവ് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതേ ഇത്ര ഭാഗമുള്ളത് ഇത് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Okay, thanks for watching.